ഹലോ മലയാളീസ്, എന്നുണ്ട്? അപ്പം നമ്മൾ വീണ്ടും മറ്റൊരു ലെഗോയായിട്ട് വന്നിരിക്കുകയാണ്. ലെഗോ ഏതാന്ന് ചോദിച്ചാൽ ഇവനാണ് ആ ലെഗോ. ഇതാണ് ആ സാധനം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഷോർട്ട് ഇട്ടായിരുന്നു. അതിന് 200 ലൈക്ക് അടിക്കുകയാണെങ്കിൽ മേടിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊന്നും അടിച്ചില്ല. ഏകദേശം 160 മിച്ചങ്ങാണ്ട് ലൈക്കാണ് അതിന് വന്നേക്കുന്നത്. സാരമില്ല, എന്നാലും നമ്മളത് മേടിച്ചിരിക്കുകയാണ്. ഇതാണ് സാധനം. ഇത് ഞാൻ മേടിച്ചില്ല കേട്ടോ, ഫ്രണ്ട് മേടിച്ചു തന്നതാണ് എന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും ചേർക്കേണ്ടതെന്ന്. അപ്പോൾ ഫ്രണ്ട് മേടിച്ചു തന്നതാണ് ഇത് സാധനം. ഇതിൻ്റെ അകത്ത് ഏകദേശം എത്ര പീസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 943 പീസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ കാണാൻ സാധിക്കുന്നില്ലേ? 943. മിറർ എഫക്റ്റ് അപ്പം മാറ്റണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 943 പീസാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്കെന്നാ സമയം കളയാതെ ഇവനെ അങ്ങ് തുറന്നാലോ? എന്ത് പറയണോ? എന്തായാലും ഒറ്റ ഇരിപ്പിൽ ഈ സാധനം തീരില്ല. നമുക്ക് സമയമെടുത്ത് 1-2 ദിവസം കൊണ്ടൊക്കെ ഈ സാധനം തീർക്കാനേ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അൺബോക്സിലേക്ക് പോകാം. ക്യാമറ കണ്ണുകൾ നേരെ താഴേക്ക് തിരിയുന്നതായിരിക്കും എന്തുകൊണ്ടും നിങ്ങൾക്കും എനിക്കും നല്ലത്. ഓക്കെ, കമാൺ. സെറ്റ് ചെയ്യുമ്പോഴേ ഞാൻ ഈ ലൈറ്റ് സെറ്റ് ചെയ്തേക്കാം. എന്തായാലും ഞാൻ പൊട്ടിക്കാം. ഇവിടെ പിടിച്ച് നിൽക്കാൻ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഒന്ന് നെക്കി അവിടെ നെക്കിട്ടാണ് തുറക്കുന്നത്. ഓ, സൂപ്പർ സൂപ്പർ. ഇതുപോലെ പേപ്പറായിരുന്നു കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നൊക്കെ എടുത്ത് തുറക്കാം. 7 പാക്കറ്റാണോ ഉള്ളത്? അത് 7ാമത്തേതാണ് കിട്ടിയിരിക്കുന്നത്. 4ാമത്തെ പായ്ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടയേഴ്സ് 2, 4, 5 സ്റ്റെപ്പിനാണ് കൂട്ടി 5 ടയേഴ്സ് കിട്ടിയിട്ടുണ്ട്. 5ാമത്തെ പായ്ക്ക്. വലിയൊരു 1.5 ബുക്ക് ലൈറ്റാണ് അതിന് വന്നിരിക്കുന്നത്. എത്ര പേരുണ്ട്? മൊത്തം 195 പേജുണ്ട്. 195 പേജ്. നമുക്ക് 195 പേജാണ് കവർ ചെയ്യാനുള്ളത്. അപ്പം ബുക്ക് ആ സൈഡിൽ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. ബുക്കാണ് നോക്കിയിട്ട് യെസ്, നമ്പർ 1 ആൻഡ് നമ്പർ 6 അതും കിട്ടുന്നുണ്ട്. 1 പൊട്ടിക്കട്ടെ. അത് നമുക്ക് 1 വേണമല്ലോ പൊട്ടിക്കാൻ. നമുക്ക് സൈഡിൽ വെച്ചേക്കാം. 3, 2. 1 ഓർഡർ അനുസരിച്ചല്ല, തലമെട്ടേക്കും 3, 2 കിട്ടുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ മൊത്തം 7 ഉള്ളൊരു സ്റ്റിക്കറാണോ? സ്റ്റിക്കറുണ്ട്. മൊത്തം 7 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബോണറ്റൊക്കെ തുറക്കാം കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ പരിപാടികളായിട്ട് ബോണറ്റൊക്കെ തുറക്കാൻ പറ്റിയ സാധനങ്ങളാണതില്ലേ. എന്തായാലും നമുക്ക് ഓരോന്നായിട്ടങ്ങ് തുടങ്ങാം എന്നാണല്ലോ ശാസ്ത്രം. ഹൈ, ആരും കാണുന്നില്ലല്ലോ പിള്ളേരെ. സ്വന്തമായിട്ട് ഇത് ലാപ്ടോപ്പൊക്കെ ലൈവ് കയറിയിരിക്കുന്നതാണല്ലോ. അങ്ങോട്ട് ചോദിച്ചോട്ടോ, ജസ്റ്റ് ഫോറിൻ. നമുക്ക് 1ാമത്തേതിനെ അങ്ങ് കയറി തുടങ്ങിയാലോ? എന്ത് പറയുന്നു? ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് കുറച്ചുകൂടി ഓക്കെ അല്ലേ? ഇതാണ് ലൈറ്റ്. ഓക്കെ, 1ാമത്തേനെ ഞാൻ കയറാം. ഒരു വെപ്പൻ്റെ ഒരു കവറിനകത്ത് തന്നെ ഒരു നെട്ടും ബോൾട്ടും സാധനം നോക്കാമല്ലോ. നെട്ടും ബോൾട്ടും സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തൊന്നുമില്ല. തൽക്കാലം മാറ്റി വെക്കാം. നമുക്ക് ബുക്കിലേക്ക് എന്തായാലും തുറക്കാൻ സമയമായി. തുറന്നില്ലെങ്കിൽ പണിയാവും. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കുറേ കാര്യങ്ങൾ വിവരിച്ച് വെച്ചിരിക്കുന്നു. ഓക്കെ, പറഞ്ഞുതരാൻ ഞങ്ങൾ 1ാമത്തെ ഞങ്ങൾ തുറന്നിരിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു തരിക. 1ാമത്തെ തുറന്ന സ്ഥിതിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഓരോന്നെടുക്കണം. ഓരോന്നെടുക്കണം.
ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്തതാണ് ഇവിടെ കുക്കിന് കിട്ടാൻ വേണ്ടി. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇതെന്ത് സാധനം, ഇതെടുക്കാനാണോ പറഞ്ഞത് അവർ? ഇത് വേറെ അകത്തേക്കും സാധനമൊന്നുമില്ല, ഇത് തന്നെ ഇത്രേ ഉള്ളൂ. വേറെ എവിടെ പോയി? ഓക്കെ, എടുത്തു, ഒന്നെടുത്തു. ഇതെന്താ സാധനം? മാറ്റി വെക്കണം. ഇതും പൊട്ടിക്കണം കേട്ടോ, ഈ കവറും പൊട്ടിച്ച് ആ സൈഡിൽ അങ്ങനെ നിരത്താം. ഓ മൈ ഗോഡ്, ഇത് പാത്രം ഉണ്ടായാലും നല്ലായിരുന്നല്ലേ. എന്തെല്ലാം ഊന്ന് തുടങ്ങി പോവുക. ഇവിടെ ഇരിക്കുക ഇങ്ങനെ. ഒന്നാമത്തേത് നമ്മൾ പൊക്കി ഇത് കാണിക്കുന്നുണ്ട് അവർ. ഇതെന്ത് സാധനം? 1:1. ഓ അത് ചുമ്മാ വെച്ചേക്കണം. ഓക്കെ, എവിടെ നിന്ന് തുടങ്ങാം? ഓക്കെ, ഇത് കുട്ടി 2 എണ്ണം ഈ മോഡൽ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാനേ ക്യാമറ ഇവിടെ വെക്കുന്നതായിരിക്കും നല്ലത്, അവിടെ ചെന്ന് നമുക്ക് നേരെ കാണാൻ പറ്റില്ല. ഇതാകുമ്പം കുറച്ച് എളുപ്പമുണ്ടായിരിക്കും കാണുന്നതിന്. ഇത് പറയുന്നു യെസ്. ഓക്കെ, അപ്പോൾ ഇവർ പറഞ്ഞ പോലെ നമ്മൾ ഈ 2 സാധനം പൊക്കിയിട്ടുണ്ട് ഇതിൻ്റെ അതൊന്ന്. ഇനി നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ, ഓ എല്ലാം ഇതിനകത്താണ് ചെയ്യുന്നത്. ഈശ്വരാ, ഇത് ഒരുമാതിരി കല്ലുകൊത്തി കയറിക്കല്ല മൊത്തം കുഞ്ഞു സാധനങ്ങളാണ്. ഫോക്കസ് കറോണ. ഓക്കെ, ഇത് ഓക്കെ സെറ്റ്. ഇത് ഇപ്പുറത്തെ സൈഡിൽ അതും സെറ്റ്. ഓക്കെ, 2 നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ബ്ലാക്ക് ആണോ? ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. 11 തോളുകളാണ്. 1, 2, 3, 4, 8, 9, 10, 11 തോളുള്ളത്. അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കയറ്റി അടുപ്പിച്ചേക്കണം മൊത്തം. ഓക്കെ, അത് സെറ്റാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി ചെയ്യേണ്ടത് ഇതിപ്പോൾ തൽക്കാലം മാറ്റി വെക്കുക. എന്നിട്ട് ഇതൊരെണ്ണം ഒരു മിനിറ്റ്. ഓക്കെ, ഇതെടുത്തു. എന്നിട്ടൊരു ഓറഞ്ച് കളറുള്ള സാധനമാണ് ഇത് കാണിക്കുന്നത്. നമുക്ക് ഓറഞ്ച് കളറുള്ള സാധനം, ഓറഞ്ചുള്ളത് ഇത് എന്തല്ലേ, ഇതൊക്കെ ഇഷ്ടപ്പെടാൻ നോക്കി. ഇതെടുത്തിട്ട് ഇത് കേരടാ സാഗം അങ്ങോട്ട്. ഓക്കെ, അത് സെറ്റാക്കി. ഇത് നമ്മൾ എങ്ങനെയത് ഡെത്ത് അങ്ങനെ തന്നെ അല്ലേ? അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ കുഞ്ഞേ. അതങ്ങനെ ഗ്യാപ്പ് വരുന്നത്? ഈ ഗ്യാപ്പ് ഉള്ളതായിരിക്കും. നെക്സ്റ്റ് ടോക്കൺ നമ്പർ 2, 1, കൗണ്ടർ നമ്പർ 3. ബുക്കിൻ്റെ പേപ്പർ മറിച്ച് തന്നെ ഒരു സമയം എടുക്കും. പിന്നെ ബുക്ക് ഇവിടെ വെക്കണം. ഇതാണ് പിന്നെയും പ്രശ്നം ഉണ്ടാവും തോന്നില്ല. ഓക്കെ, അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഫോക്കസല്ലേ, ഇതാണ് അവർ ആദ്യത്തെ സ്റ്റെപ്പ്. ഇതിപ്പോൾ ഇവിടുന്ന് എന്താ തുടങ്ങുന്ന പാസയിലേക്ക് മാറ്റി വെച്ചിട്ട് അവർ പറഞ്ഞാൽ നമ്മളെടുത്ത സാധനം 8 നീളമായിരിക്കും. അതൊന്ന് നീല, 2 നീല, പിന്നെ മഞ്ഞ 1,
റെഡ് 2 2 റെഡ് ഉറന്നു പോകല്ലേ കുഞ്ഞേ. 2 റെഡ് നമ്മൾ പൊക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ 2 റെഡ് 1 2 3. ഓക്കെ, കുട്ടി 1 2. ഇത്രയും സാധനങ്ങളാണ് നമ്മളോട് അടുത്തതായി എടുക്കാൻ പ്രത്യേകിക്കുന്നത്. പിന്നെ എന്തൊക്കെ പേരൊക്കെ ഉണ്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ പേരൊന്നും എനിക്ക് അറിയുന്നില്ല. നമ്മൾക്കിത് സെറ്റ് ചെയ്യാനല്ലേ സാർ അറിയത്തുള്ളൂ, പേര് അറിയത്തില്ല. ഓക്കെ, ഇത്രയും സാധനങ്ങൾ നമ്മളോട് എടുക്കാൻ പറ്റുന്ന അത്രയും സാധനങ്ങൾ നമ്മൾ പൊക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഓരോന്നായി ഫിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പിന്നെ എടുത്തിട്ട് ഇതിൻ്റെ 2 സൈഡിലും ഈ സാധനം കുത്തിക്കയറ്റണം. 1 തൊട്ടിപ്പുറ അടുത്തത്. അയ്യോ 2. ഓക്കെ, സെറ്റല്ലേ? അത് കുത്തിക്കിട്ടി ഇതിൻ്റെ അകത്തൂടെ അത് ഭയങ്കര ഒരു ഇതാണല്ലോ. ഇത് 1. ഓക്കെ, ഇത് മിക്കവാറും പറിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം വരുമോ എന്നെനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. എല്ലാം ഒരുപോലെ കയറ്റി വച്ചില്ലേ ചിലപ്പോൾ പണിയാകാൻ സാധ്യതയുണ്ട്. യെസ്, ഒരുപോലെ കയറ്റി വെച്ചെങ്കിൽ പണിയാവും. ഇപ്പം തിരിഞ്ഞ് വരണം, ഇങ്ങനെ വരണം, മുകളിൽ വരണം. ഓ 3 രീതിയിൽ. ഇത് താഴേക്ക്, ഇത് സൈഡിലേക്ക്, അതല്ലേ പിന്നെ വരണം. ഇത് മുകളിലേക്ക്. ഇവിടെ പ്രശ്നം വന്നു. മിക്കവാറും നമ്മളിത് എഞ്ചിനാണത്. നമുക്കിത് അടിക്കേണ്ട ഒരു സാഹചര്യം വരുമെന്ന് തോന്നുന്നു. എന്നാലും അങ്ങനെ വരാതിരിക്കട്ടെ. ഓക്കെ, അടുത്തത് ഇല്ലെങ്കിൽ ഇത് എടുത്തിട്ട് ഇതിൻ്റെ 2 സൈഡിൽ ഇതാണ് കുത്തിക്കയറ്റാൻ കാണിച്ചിരിക്കുന്നത്. 1 2. ഓക്കെ, സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. മുകളിലേക്ക് തന്നെയല്ല, അത് നമുക്ക് തന്നെ കയറ്റിപ്പെട്ടിട്ട് മഞ്ഞ വെച്ച് ബ്ലോക്ക് ചെയ്യണം. മഞ്ഞ വെച്ച് ബ്ലോക്ക്. ഓക്കെ, ഇതിവിടെ ടൈറ്റല്ലടോ പോയി, അതാണൊരു പ്രശ്നം. ഇവിടെ തിരിയുന്നുണ്ട്. എന്ത് ചെയ്യും, നമ്മൾ മാറ്റി വെച്ച സാധനമില്ലേ അതിൻ്റെ അകത്തേക്ക് ഇത് കയറ്റി വെക്കാൻ കാണിക്കുന്നു. രണ്ടെണ്ണം കൂടി അതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കാൻ കാണിക്കുന്നു. ഓക്കെ, യെസ്, നമ്മളത് 2 കൂടി തിരിച്ച് കയറ്റി വച്ചിട്ടുണ്ട്. ഇങ്ങനെയാണിപ്പം ഇതിൻ്റെ ഒരു ചലനം. നോക്കി, എഞ്ചിൻ ക്യാബിനാണോ ഇത്? ഡൗട്ടുണ്ടേ എഞ്ചിൻ ക്യാബിനാണോ എന്ന്. എന്തായാലും നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അത് നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് സെറ്റാക്കേണ്ടത് വീണ്ടും 11 തുളയുള്ളതാണ്. ഇപ്പം തന്നെയല്ല 11 തുളയുള്ളത്. അത് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക്, ഇതിൻ്റെ സൈഡിലേക്ക്, ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൈ കുത്തിക്കറി 2. ഓ ഇച്ചിരി പാടാണ്. 3 ഒരേ സമയം തല്ലിക്കയറ്റുക എന്ന് പറയുന്നത്. നമ്മൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. നീല 4 നീല മേടിച്ച് എടുത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തിരിക. 1 ചെറിയ നീലയായിരുന്നു, വലിയ നീലയായിരുന്നു. ചെറിയ നീലയാണെന്നത് കണ്ടിട്ട്. വലുതുമുണ്ട് ചെറുതുമുണ്ട്. 2 ഞാൻ പകൽ വന്നെന്ന് വിചാരിച്ച കേട്ടോ ലൈവ്. ഇനിയിപ്പം അതാണ് ആരും കാണാത്തതെന്ന് എനിക്ക് തോന്നുന്നു. രാത്രി വന്നത് കാരണം അവിടെ കാര്യം എനിക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഇവിടുത്തെ സമയം വ്യത്യാസമുണ്ടല്ലോ, അതുകൊണ്ടൊക്കെയാണ്. ക്ഷമിക്കുക. എന്നാലും ഞാൻ ഇതൊന്നും കൂടി പോസ്റ്റ് ചെയ്യാം, എന്നാലും നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ഓക്കെ, നമ്മളങ്ങനെ അത് സെറ്റ് ചെയ്തു. 5 എണ്ണത്തിൻ്റെ ഈ സാധനം 1 2 3 5 2 ഇപ്പുറം.
ഒരുമിച്ച് സെറ്റാക്കണം. ഒന്ന് ഒരു സൈഡ് റെഡി. ഒന്നും കൂടെ ഉണ്ടല്ലോ അഞ്ചെണ്ണത്തിൻ്റെ. ഓക്കെ, അങ്ങനെ നമ്മൾ അതും സെറ്റാക്കി. ഇത് ഉറപ്പാണ്. ഇത് കണ്ടിട്ട് എനിക്ക് എഞ്ചിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ട് തോന്നുന്നു. ഇതെന്ത് തിരിയുന്നായിരുന്നല്ലോ അല്ലേ? തട്ടലും മുട്ടലൊന്നും ഇല്ല. നോക്കാം. നെക്സ്റ്റ് അങ്ങനെ നീല അല്ല മഞ്ഞ. 1 2 3 4 5 6. ഈ 6 നീലയും നമുക്ക് ഇവന്മാരുടെ അകത്ത് തന്നെ കുത്തി കയറ്റണം. 6 നീല 3 വെച്ച് തിരിഞ്ഞു മറിഞ്ഞു പോവോ? ഓക്കെ, ഇത് എഞ്ചിൻ തന്നെയാണ്. എഞ്ചിൻ്റെ വാൽവാണ് നമ്മളിപ്പോൾ പിടിച്ചോണ്ടിരിക്കുന്നത്. കണ്ട മൊത്തം പിടിപ്പിച്ചിട്ട് കാണിക്കാം. 2 3 4 5 6. ഓക്കെ, നോക്കി എന്തല്ലേ, നമ്മളപ്പോൾ എഞ്ചിനിൽ നിന്നാണ് പണി തുടങ്ങിയിരിക്കുന്നത്. അടിപൊളി. പുള്ളിക്ക് മുങ്ങന്താണ് പരിപാടി. അല്ല പിന്നെ നെക്സ്റ്റ് പേജ് നമ്പർ 10 ആയുള്ളൂ. എന്തായാലും ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ പണി തീരുകയില്ല. എന്തായാലും നോക്കാം. ടീ പൊല്ലിൻ്റെ സാധനം 2 എണ്ണം. അതെവിടെ കുത്തിക്കയറ്റാനാവുക? ടീ പൊല്ലിരിക്കുന്ന 1 കിട്ടി. 1 2. ഓക്കെ, 2 ടീ പൊല്ലിക്കുന്ന സാധനം കിട്ടിയിട്ടുണ്ട്. അത് നമ്മളോട് പറഞ്ഞതനുസരിച്ച് ഇതിൻ്റെ റെഡ് സൈഡ് 2 സൈഡിൽ കയറ്റുന്നത് ഇങ്ങനെ വെക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 2 ടീ കിട്ടി. 15ൻ്റെ ഇതായിരിക്കും 15. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഓക്കെ, ഇത് ഇങ്ങനെ ഇത് ഇച്ചിരി ബുദ്ധിമുട്ട. കയറുന്നില്ല. എന്ത് കയറാത്തേ? ക്ഷമ പരീക്ഷിക്കരുത് കുഞ്ഞെ, കയറ്. 1 2 3 4 5. ഓക്കെ, രക്ഷപ്പെട്ടു. അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് വയ്യ ഇതൊക്കെ കാട്ടാൻ. ഇതൊക്കെ മറ്റൊരു അടുത്ത പീസ് എടുക്കട്ടെ. നീല 1, ഇതൊന്ന്, പിന്നെ ഇതാ ഇതൊന്ന്. കറുത്തുണ്ടോ? കറുത്തിൻ്റെ വലുതോ ചെറുതോ? ഓക്കെ, ഇത്ര സാധനം ഇവരെ വേണം പിടിപ്പിക്കാൻ. എടുത്ത് നീലൻ്റെ അകത്തേക്ക് വെച്ച് കറുപ്പ് ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റെഡിൻ്റെ ഇതിനകത്തേക്ക് കയറ്റി വെക്കാനാണ് ഒരു ഇങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ 2 സൈഡിൽ അങ്ങനെ പറഞ്ഞായിരിക്കുമല്ലോ. ഓക്കെ, അത് നമ്മൾ വെച്ചിട്ടുണ്ട്. 2 സൈഡിലും തന്നെ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇത് ആദ്യത്തെ ഉള്ളതിൻ്റെ ആദ്യത്തെ 1 നീല 1 കുരിശ്, പിന്നെ കറുപ്പ്. ഇത്ര സാധനങ്ങൾ. അതിൽ നീല
അകത്തേക്കും കറുപ്പ് ഇതിൻ്റെ അകത്തേക്കും വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നേരെ തിരിച്ച് ഇങ്ങനെ വെച്ച് ഇനി അത് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, ഇതിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, അതും സെറ്റാക്കിയിട്ടുണ്ട്. തിരിഞ്ഞു പോയി. ഇവിടെ ഒരു പണി വരുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഇത് നേരെ തിരിച്ച് ഇവിടെ അല്ലേ. എന്തെങ്കിലും വരുന്നേ, ഒന്ന് വച്ച് കഴിഞ്ഞാൽ പിന്നെ സാധനം ഊരാനാണ് ബുദ്ധിമുട്ട്. ഓ, അങ്ങനെ നമ്മൾ അത് സെറ്റാക്കി വെച്ചിരിക്കുന്നു. ഇനി അവർ പറഞ്ഞതനുസരിച്ച് ഇതല്ലേ അത്, ഇത് കുട്ടൊരെണ്ണം, എന്നിട്ട് രണ്ട് മുകളിലേക്കാണോ? അതെ, ഓക്കെ. എൻ്റെ അപ്പോനെ അത് ശരിയാക്കിയിട്ടുണ്ട്. ഇതുവരെ നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇനി മുമ്പോട്ടും ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതൊരഴിച്ച് പണിയേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇനി അത് അഴിക്കേണ്ടി വരുമോ, അഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു കർത്താവേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തെടുക്കാം. ഇനി നീല ഒന്ന് ടീ ഷേപ്പിരിക്കുന്നത്, ഒന്ന് യെല്ലോ. ഓക്കെ, എടുത്തു. ഇത്രയും സാധനങ്ങളാണ് നമ്മളോട് അടുത്തെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവരെ സെറ്റ് ചെയ്യണം. ഇത് ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ അതും സെറ്റ് ചെയ്തു. ഇനി ഇതെവിടെ കൊണ്ട് കുത്തി കയറ്റണ്ടേ? രണ്ടെണ്ണം അതുപോലെ തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. ഇങ്ങോട്ട് കുത്തി കയറ്റണം ചോദിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞ് അതൊന്നുമില്ലല്ലോ. പിന്നെന്താ കയറാൻ ബുദ്ധിമുട്ട്? ഓക്കെ, ഇവിടെ നീലക്കകത്ത് ഏറ്റവും അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റും അതേ പരിപാടി തന്നെ ചെയ്യണം എന്നാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഒരു ടീ, പിന്നെ നേരെ ഓപ്പോസിറ്റ് വരുമ്പോഴത്തേനും ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഇവിടെ കൊടുക്കണം ടീ. അതിനിത് മുകളിൽ കൊടുത്തു. മാറുക. പിന്നെ ചുവപ്പ് താഴെ കൊടുത്തു, റെഡ് കൊടുത്തു, പിന്നെ നീല അതിവിടെയും കൊടുത്തു. ഇത് ഇതിനകത്തേക്ക് ആവാഹിക്കുക. ഇവന്മാർ തമ്മിൽ മൽപ്പെടുത്താം. ആവാഹിച്ചിട്ട് കയറി. ഓക്കെ, ഞാൻ വിചാരിച്ചു ആവാഹിച്ച് സാധനം ഇല്ലാത്ത കയറില്ല, മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ മനോ. ഓക്കെ, ഇത് നമ്മുടെ എഞ്ചിൻ്റെ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒന്നുമില്ല, ജസ്റ്റ് 13ാമത്തെ പേജ് മാത്രമേ നമ്മളായിട്ടുള്ളൂ. ഇനിയും കിടക്കുകയാണ് സത്യം പറഞ്ഞാലും. മുമ്പോട്ട് തന്നെ വച്ച കാര്യം നമ്മൾ ഒരിക്കലും പിന്നോട്ട് വയ്ക്കില്ല. അതിന് നമ്മൾ 16ാമത്തെ പേജിലേക്ക് കടന്നിരിക്കുന്നു. 16ാമത്തെ പേജിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ അതൊരിക്കട്ടെ. ഇപ്പോൾ ഇനി നമുക്ക് രണ്ട് റെഡ് സോറി ഓക്കെ, രണ്ടിനകത്ത് പണി കിട്ടിയിരുന്നു. ഒരു പീസ് പോയാൽ പോയി. 2 റെഡ്,
ഇത് കുട്ട് 2, ഇതും 2 എണ്ണം. ഓക്കെ, ഇത് കിട്ടി. ഇനി നമ്മളിതിങ്ങനെ എടുത്ത് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യണം. തിരിച്ചണം. ഓക്കെ, ഇത് ഒന്ന് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. രണ്ടെണ്ണത്തിനകത്ത് തന്നെയാണ്. അത് നല്ല കാര്യം കേട്ടോ. ഒറ്റ പേജിൽ തന്നെ അവരുടെ സെറ്റ് പറഞ്ഞു തന്നതിന്, അല്ലെങ്കിൽ ഇവർ പറഞ്ഞ കാര്യമില്ല. അതിൻ്റെ അത് നമ്മൾ 2 എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എവിടെ വെക്കണ്ടേ എന്ന് കൂടെ കാണിച്ചു തരുന്നതാണ്. 2 സൈഡിലായിട്ട് തിരിഞ്ഞ് എവിടെ ഇത് ഇതിൻ്റെ അകത്തേക്ക് തള്ളിക്കയറ്റാനാണ് പറയുന്നത്. തള്ളിക്കയറുന്നില്ലല്ലോ. ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ, ഇല്ല. ഒന്ന് കയറി. ഇനി അതുപോലെ തന്നെ അപ്പുറം സൈഡ്. ഓക്കെ സെൻറ്റർ. മാതാവേ, എന്താ ചെയ്യുക? ഓക്കെ, അതും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കറുപ്പ്. നല്ല 2 കറുപ്പ്, 2 കറുപ്പ്, 4 നീല. 1, 2, 3, 4 നീല. 4 നീല, 2 കറുപ്പ് ശരിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി 3 8ൻ്റെ സുഖത്ത് കയറ്റണം. 1 കെട്ടുന്നില്ലടേ. അതെ, 2. ഓക്കെ, ഇത് അതുപോലെ തന്നെ 1, 2. ആ 2 എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 2 സൈഡിലായിട്ട് കൊടുക്കാൻ കാണിക്കുന്നു. 2 സൈഡിലായിട്ട് എന്താ ഇവിടെ എന്തോ ഒരു പെട്ടിക്ക് എന്തോ ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇത് 2 എണ്ണം. ഓ, സത്യം പറഞ്ഞാൽ നമുക്കെവിടെ ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ല് വേറെ ഇല്ലല്ലോ, ലാപ്പാടി ഇതാണല്ലോ. പീസ് മിസ്സിങ് ആണ് ഗൈസ്. ഇത് കുട്ടിയോട് ചോദിച്ചു. ഓക്കെ, ചോദിച്ചു ഇത് കുട്ടി പീസ് മിസ്സിങ്. 1 കിട്ടി. അപ്പോൾ 1 കൂടെ കിട്ടാനുണ്ട്. ഒരു പീസും കൂടെ ഉണ്ട്. ഇത് കൂട്ടി ഒരു പീസ് മിസ്സിങ്. ഇനി അത് ഈ ഭൂമി മൊത്തം കിടന്ന് തപ്പണം. എവിടെ പോയി തപ്പാനാണോ? ഇവിടെ എവിടെയോ കിടപ്പുണ്ട്. കിട്ടി. താഴെ പോയായിരുന്നു. ഈ 2 പീസിൻ്റെ അകത്ത് കയറ്റാനുള്ള അതിൽ നിന്ന് മൊത്തം പറിച്ചെടുക്കണം. കൈ മൊത്തം പറിച്ചെടുക്കണ്ട. ഇത് മാത്രം പറിച്ച് തമ്മിൽ തോന്നല്ലേ. ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാനുള്ളതായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പം നമ്മൾ പറിച്ച പോലെ ഈ സാധനം പറിച്ചെടുക്കേണ്ടി വരും. ഇനി ഈ സാധനം ഓക്കെ തുറന്നു. ഇതേ സെയിം സാധനം നമ്മൾ ഇപ്പറയും ഇപ്പറയും പറിച്ചെടുക്കണം. നമ്മളിപ്പറയും ചെയ്യണം. ഓക്കെ കയറി പോവത്തേക്ക് എൻ്റെ ആശാനെ. ഇനി ശനെ വാട്ട് പിടിപ്പിക്കാൻ. ഓക്കെ, അത് കയറിപ്പോയി. ഈ സാധനം ഇവിടെ ഗ്യാപ്പ് വന്നത് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ
ഇപ്പോൾ സാധനം നമ്മൾ വെക്കാതെ പോയേനെ. അങ്ങനെ അതും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇത്ര നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പാർട്ടിസിപ്പൻറ്റ് അയ്യോ അടുത്ത പേജിൽ കിട്ടാതെ ഇപ്പം മറന്നു പോയ പേരാണ്. അങ്ങനെ അത് നമ്മൾ 2 സെറ്റ് കൊടുത്തിന്. 4 മഞ്ഞയോ 1 മഞ്ഞല്ല 2 3 4 മഞ്ഞ. ഇത് റെഡിൻ്റെ അകത്ത് വരണം. ഇവിടെ റെഡിൻ്റെ അകത്ത് വരണം കൊടുത്തു. ഇത്രയും ഇവിടെ മൊത്തം കൊടുക്കണം. 2 3 4 5 ഉണ്ടേ. 4 മതി. ശരിയാ, വെള്ളം കൊടുക്കണ്ട. ഓക്കെ, കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യണം. ഓക്കെ അത് സെറ്റ് ചെയ്തു. ഹായ് ബ്രോ, ഹലോ. ടിക് നിക് 1908 ഹലോ ബ്രോ, എന്തുണ്ട്? യെസ്, നമ്മളതും സെറ്റ് ചെയ്ത് അടുത്ത് ഇനി നേരെ പോകുന്നത് ഇനി കുറേ എണ്ണത്തിൻ്റെ കളിയാണ്. ഇത് കൂട്ടി 2 1 2 നീല 2 ചെരിഞ്ഞിരിക്കുന്ന പ്രതലമായ കാരണം എല്ലാം ഉണ്ട്. താഴെ പോകാൻ സാധ്യതയുണ്ട്. താഴെ പോയി കഴിഞ്ഞാൽ തീർന്ന്. ഇതും 2 നീല കറുപ്പ് 1 2 3 4 കറുപ്പ് 1 2. ഓക്കെ, അതും 2. അതെവിടെയാണ് ബ്രോ? എനിക്കറിയത്തില്ല. അതെവിടെ? സ്മിത്ത് ടോയ്സ് എവിടെയാണ്? സത്യം പറഞ്ഞാൽ കേട്ടിട്ടില്ല. 1 2 ഇതൊന്ന്. ഞാൻ UK ബ്രോ. ഞാൻ UK ലണ്ടനിലാണ്. 1 2 ഇപ്പം നമ്മുടെ ഉണ്ടായിരുന്ന സാധനമല്ല ഈ ബുക്കിൻ്റെ അകത്തായിട്ടുണ്ട്. ഇനി ഇത് വെച്ചുള്ള പണിയാന്ന് തോന്നുന്നു. ഓക്കെ, ഒരു അതെടുത്തിട്ട് എനിക്ക് ക്യാബിൻ വെക്കാനും പോലെ ഇരിക്കട്ടെ. ഇതെടുത്ത് എന്നിട്ട് ഇവന് 2 സൈഡിലും കുത്തി കയറ്റണം. 1 2 തിരുപ്പി. ഓക്കെ, നോക്കിയും കണ്ട് ചെയ്തില്ലെങ്കിൽ ഇതാണ് പണി വരുന്നത്. ഓക്കെ ബ്രോ, നമ്മൾ അയർലൻഡിലല്ല, ഞാൻ സെൻട്രൽ ലണ്ടനിലാണ്. അപ്പം നമുക്ക് ഇവിടെയുള്ള കടയിൽ വിസിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാനും വരെ കാണിക്കുന്നില്ല. പകുതി നമ്മൾ ഊഹം വെച്ച് ചെയ്യേണ്ടതാണോ ചെറിയ ഡൗട്ടുണ്ട്. ഒരു കാണിക്കുന്ന വെച്ചേ തീർച്ചയായിട്ടും ബ്രോ, ഞാനിപ്പോൾ ഇനി അടുത്ത ഓഫ് കിട്ടുന്ന സമയത്ത് ഞാൻ പോവാം. ഇപ്പം ബ്രോ പറഞ്ഞ സ്ഥലത്ത്. ഇതെന്താണ് ഒരു മെനയില്ലാത്ത രീതിയിൽ ഇത്രയും സാധനം ഒരു അടിച്ച പോലെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും ഒരു സൈഡിലേക്ക് എടുത്തിരിക്കുക. ഇപ്പോൾ സെറ്റാണോ ആർക്കറിയാം.
ഇത് മിക്കവാറും ഞാൻ പണിത് ഒന്നിനും ഊരെടുക്കേണ്ടി വരും. ഞാൻ ലെഗോ സെറ്റ് ചെയ്യുന്നത് ഈ മോഡലാണ് സെറ്റ് ചെയ്യുന്നത്. കാണിച്ചു തരാം. ഈ മോഡലാണ് ഞാൻ ഇന്ന് സെറ്റ് ചെയ്യാൻ ഇപ്പം തുടങ്ങിയേക്കുന്നത്. ലിത് കണ്ടില്ല? മുറി മൊത്തം ഇതിൻ്റെ പാക്കറ്റാണ്. റൂമേറ്റ് വരുമ്പോൾ മിക്കാനും നല്ല കൊല്ലാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ചിരിച്ചിത് പിന്നെ ഇപ്പോൾ 943 പൈസ. എനിക്ക് ക്ഷമ നല്ല കൂടുതലായ കാരണമാണ് എനിക്ക് ഈ സാധനം മേടിച്ച് തന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്. ക്ഷമയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സാധനം പൊക്കിയാലായിരുന്നു. എന്തായാലും പണിത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും നല്ല ഇതെന്തായാലും ഒരു ഒറ്റ ഇരിപ്പിൽ പോയല്ല, 2 ദിവസം കൊണ്ടൊക്കെ നടക്കുള്ളൂ. നാളെ ഇപ്പോൾ എനിക്ക് ലൈവ് വരാൻ പറ്റില്ല. നാളെ എനിക്ക് ജോലിയുണ്ട്. നാളത്തെ കഴിഞ്ഞ് പിന്നെ പൂർത്തിയാക്കാൻ പറ്റും. ഇപ്പോൾ ഇരിക്കുന്ന 1/2 മണിക്കൂർ കൊണ്ട് ഒരു പാക്കറ്റ്, അതും ചെറിയ പാക്കറ്റാണ്. ക്ഷമയുണ്ട് ബ്രോ, അതാണ് സത്യം പറഞ്ഞാൽ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പരിപാടി. യെസ്, തള്ളിയിറക്കട താഴേക്ക്. അത് സെറ്റ് ചെയ്ത് കറുപ്പെടുത്ത് കൈക്ക് ഇറങ്ങിപ്പോന്നു. നേരെ പിടിച്ചേ. എന്ത് തന്നെ കൂത്ത് കയറണ്ടേ. തിരിച്ച് മറിച്ചു. ഇതേ സെയിം സാധനം തന്നെ ഇപ്പറയും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ക്ഷമ പഠിക്കാൻ നല്ല പരിപാടിയാണിത്. എത്രത്തോളം ക്ഷമയുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് നല്ല ക്ഷമയുണ്ട്. ഇല്ലെങ്കിൽ എൻ്റെ മുമ്പ് ഞാൻ മേടിച്ച 2 ലെഗോ ഞാൻ സെറ്റ് ചെയ്യാനില്ല, വലിച്ചെറിയുള്ളൂ ക്ഷമയില്ലായിരുന്നെങ്കിൽ. അത് ഓക്കെ. ഇതിപ്പോൾ ശരിക്കും വണ്ടിയുടെ ബമ്പറാണോ? ഡൗട്ടുണ്ട്. വിട്ടേ. ഇത് വിട്ടേ. ഇതുടനായിരിക്കുമല്ലോ തിരിച്ചു വിടേ. ബ്രോ നാട്ടിലാണോ? അല്ല, ഇപ്പോൾ എഴുന്നേറ്റിരിക്കുന്നതുകൊണ്ട് ചോദിച്ചാണ് ഞാൻ. സമയം എന്തായി അവിടെ? ഇത് എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കുത്തിക്കയറ്റാൻ പറഞ്ഞിരിക്കുന്നു. ഇത് ഇതിൻ്റെ ഫ്രണ്ടാട്ടോ. ഇത് 52 പൗണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. 52 പൗണ്ടാണ് സാധനത്തിന്. യെസ്, നമ്മളങ്ങനെ ഫ്രണ്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ 2 എണ്ണം ഇവിടെ കുത്തിക്കയറ്റാൻ അവർ പറഞ്ഞേക്കുന്നത്. അതായത് 5000 മിച്ചം. ഓ, US-ലാണോ? കൊള്ളാം. ജോലിയാണോ? എന്താണ് ജോലി ഇപ്പോൾ അവിടെ? എങ്ങനെ നമ്മൾ ഫ്രണ്ടായിരുന്നു കേട്ടോ. ഇത് എൻജിൻ ക്യാബിനായിരുന്നു. എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടല്ലേ. ഇനി വേണ്ടത് ഈ സൈഡിനും 2 എണ്ണം. അത് 2 എണ്ണം ഉണ്ട്. നെക്സ്റ്റ് ആ 2 എണ്ണം നമുക്ക് തിരിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ അകത്തിരുന്നു. ഗുഡ്.
നാട്ടിലെന്നേരം എവിടെയാ? യെസ്. ഇങ്ങനെ നമ്മൾ അത് സെറ്റാക്കി. ആദ്യത്തെ പാക്ക് നമ്മൾ പൊട്ടിച്ചപ്പം നമുക്ക് ഏകദേശം മിച്ചം വന്നത് ഈ 3 മീത്താണ് നമുക്ക് ആദ്യത്തെ പാക്ക് പൊട്ടിച്ചപ്പോൾ മിച്ചം വന്നത്. എന്നിട്ട് അത് മുറിക്ക് മാറ്റി വെച്ചേക്കാം. ഇനി രണ്ടാമത്തെ പാക്ക് പൊട്ടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പാക്ക് ഗോയ്ക്ക് നാടാണ് ഇഷ്ടപ്പെട്ടത് അതോ US ആണ് ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ട്? US ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ സെറ്റിൽഡ് ആയതല്ലേ. മൊത്തം 7 പാക്കറ്റല്ലേ? 7 പാക്കറ്റ് കൊണ്ട് എന്ത് കാണിക്കുന്നു? ചെറിയ പീസ് ഇത് അയ്യോ അതായിരിക്കട്ടെ, മൂലയ്ക്ക് മാറ്റി വെക്കട്ടെ. ഒരു പാക്കിൽ മൊത്തം പീസ് വരണം. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ എന്നായിരുന്നു, കുറച്ച് പീസ് എക്സ്ട്രാ വെക്കും. അതെനിക്ക് 2 ലെഗോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്ത് കുറച്ച് ചെറിയ കുറച്ച് പീസ് അവർ എക്സ്ട്രാ വെക്കും. അതാണ് ഈ മിച്ചം വരുന്നത്. ഇതുപോലെയുള്ള സ്ക്രൂക്കൾ അവർ കുറച്ച് 2 or 3 മിച്ചം വരും. അത് ഇതൊന്നുമല്ല, ഞാൻ ആദ്യം കുറേ തപ്പിയതാണ്. ഇത് എവിടെ കൊണ്ടായാണ് ഞാൻ ഫിക്സ് ചെയ്യാൻ മറന്നുപോയത്. അടിപൊളി. യെസ്. ഇനിയാണ് അടുത്ത കലാപരിപാടികൾ. എന്തത്? ഇതൊരു ഗുലുമാല് പിടിച്ച പണിയാണല്ലോ കുഞ്ഞേ. അത് കുറേ സാധനം കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് മാറുന്നേ, കുറച്ച് മുകളിലേക്കും കയറി. എന്തായാലും ഈ ബാക്ക് തീർന്നുമ്പോഴത്തേക്കും ഞാൻ ഈ ലൈവ് നിർത്തും. കാരണം ഇനി റൂംമേറ്റ് വരാൻ അധികം സമയമൊന്നുമില്ല. ആ മരുന്നൊന്ന് പരിപാടി നിർത്തിയേക്കണം. അല്ലെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് ഞാൻ ഒന്ന് വർത്താനം പറഞ്ഞിട്ടേക്ക് സൗണ്ടും കേൾക്കാൻ പിന്നെ ഉറങ്ങാനും സാധിക്കില്ല. എനിക്ക് നാളെ നൈറ്റാണെങ്കിലും അവിടെ നല്ല രാവിലെയാണേ. 8 2 എന്ത് 1 ഇവിടെ മെയിൻ ലൈന് പല കടയിലും പലതാണ്. നമ്മുടെ ഇന്ത്യൻ രൂപ വെച്ച് നോക്കുമ്പോഴത്തേനും 150 ആണ് മെയിൻ ലൈന് വരുന്നത്. 150, അതായത് 1 പൗണ്ട് 49 പെൻസ് അല്ലെങ്കിൽ 40 പെൻസ്, അങ്ങനെയാണ് ഇവിടെ വരുന്നത്. പ്രീമിയത്തിന് 800, 700, 800, അത് 8 പൗണ്ട് അങ്ങനെയൊക്കെ വരും. 1 ഇത് കിട്ടുന്നത് 2, ഒരു പീസും കൂടി കാണില്ല. ഓക്കെ, 2 പീസ്, ഇത് 2 പീസ്, പിന്നെ 5 എണ്ണത്തിൻ്റെ 1 2 3 4 5 അത് കിട്ടും. ഒരു പീസ്. ഓക്കെ. തലകുത്തി പിടിച്ചാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പുറത്തേക്ക് തള്ളി നിൽക്കണോ? എന്തായാലും ഇത് ലോക്കാവുന്നില്ല. ദൂരെ പോകില്ല. അത് ആന വെച്ചിട്ടുണ്ട്. ഊരിപ്പോകും ഉറപ്പായിട്ടും പോകും. ഇരുന്നില്ലെങ്കിൽ സാധനം ഊരിപ്പോകും. ലോക്ക് ചെയ്യാനുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. ലോക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് 2 മഞ്ഞ. ഇത് താഴേക്ക് പോരുകയില്ല, സമ്മതിച്ചു. ഇനി വേണ്ടത്
ഓ ഓക്കെ ഓക്കെ ബ്രോ, വീണ്ടും കാണാം. വന്നതിൽ വളരെയധികം സന്തോഷം. ഒന്ന് അറിയില്ല ബ്രോ, ഏത് ഇതിൻ്റെ ആണെങ്കിൽ ഇനി മിക്ക നാളെ കാണില്ല, നാളെ തന്നെ വല്ല കാണുള്ളൂ. ഇപ്പോൾ ബ്രോ പറഞ്ഞ സ്ഥലത്ത് ചെല്ലാനാണെങ്കിൽ അതെന്നാ പോകുന്നത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഇവിടെ തണുപ്പാണ്, കാലാവസ്ഥ മാറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ കമൻറ്റ് ഇട്ടേക്കാം, വീഡിയോ എടുത്തിട്ടേക്കാം ബ്രോ പറഞ്ഞ സ്ഥലത്തേക്ക്. ഒന്ന് പിന്നെയുള്ള ഞാൻ എന്ത് ചെയ്യും? ഓക്കെ ബ്രോ ശരിയെന്ന്. ഈ പീസിനകത്തുണ്ടോ? ഈ പീസിനകത്തും ഇല്ല. ഓക്കെ ഇതല്ലേ, ഇത് കൂട്ടി രണ്ടെണ്ണം. ഒന്ന് ഓക്കെ, രണ്ട്. ഇത് കൂട്ടി രണ്ടെണ്ണോ? ഇത് കൂട്ട് ഒരെണ്ണമാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്ത് കുത്തിക്കായിരുന്നു. എവിടെയോ തിരിച്ചാണ് കുത്തണ്ടേ? അതെ, അത് വെച്ചു. ഇതും വെച്ച് എടേ, രണ്ട് സൈഡും കൊടുത്തിട്ടില്ലേ? ഓ ഇത് കുറച്ച് അത് എൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ ഉരുണ്ട് പോകാൻ നോക്കുന്നു. കുറച്ചകത്തേക്ക് തള്ളി നിൽക്കണം. പുറത്തേക്കാണ് അകത്തേക്ക് നിൽക്കുന്നത്. ഒന്ന് അമ്മേ, രണ്ട്. ഇങ്ങനെയല്ലേ കിടക്കുന്നേ? ഓക്കെ, അതെ, കൊള്ളാല്ലേ പരിപാടി. അയ്യോ, അടുത്തെടുക്കട്ടെ. നെക്സ്റ്റ് ഒന്ന് വെറും പൈപ്പോ? ഒന്ന് പിന്നെ എല്ലോ ഒന്ന്. ഓക്കെ, ഇത് നമുക്ക് ഇതിനകത്തേക്ക് തള്ളിക്കയറ്റിയ ശേഷം ഇത് ഇവിടെ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യം സെൻറ്ററിൽ കയറ്റി വിടാൻ പറഞ്ഞിട്ട് നമ്മൾ കൃത്യം സെൻറ്ററിൽ കയറ്റി വിട്ടിട്ടുണ്ട് ആശാനെ. ഓക്കെ, അടുത്തത് മാറ്റി വെക്കുക കുറച്ച് നേരം. ഇനി ആരൊക്കെ വേണം ചോദിച്ചാൽ. ഓക്കെ, ഇത് കൂട്ടി രണ്ടെണ്ണം. ഒന്ന് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, രണ്ട്. ഒന്ന് രണ്ട്, രണ്ടല്ലേ ഇത്? അത് രണ്ട്. പിന്നെ എന്നോടൊന്നും പറയാതെ ഇത് കിട്ടും. രണ്ട്, ഒന്ന് അതും കൂടെ ഉണ്ട്. ഇല്ല, ഉരുണ്ട് പോവാ. രണ്ട്. യെസ്, അങ്ങനെ അത് കുറ്റം രണ്ടെണ്ണം. ഇനി ഇത് ഫിറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ എടുത്ത് എഞ്ചി ക്യാബ് മാറുന്ന മൂലയ്ക്ക് ഓക്കെ, അത് നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി ഇത് ഇവിടെ ഫിറ്റ് ചെയ്യാൻ കാണിച്ചിരിക്കുന്നു. ഓക്കെ, അതും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെടുത്ത് നേരെ അതൊന്ന് എടുക്കട്ടെ. ഇത് അതുപോലെ തന്നെ ഇവിടെ ഫിറ്റ് ചെയ്യാൻ കാണിച്ചിരിക്കുന്നു. കുരിശേ കയറകത്തേക്ക്. ഓക്കെ, ഈ രണ്ടെണ്ണവും ഇത് ആദ്യം തന്നെ പറയണം. ഞാൻ ഈ സാധനം തള്ളി അകത്തേക്ക് കയറ്റില്ലായിരുന്നു. ഇതിപ്പോഴാണ് ഉമ്മാർ പറയുന്നത് അകത്തേക്ക് കയറിയിരിക്കണം. ഓക്കെ,
ഇതിൻ്റെ അകത്ത് നോക്കി, ഒന്നവിടെ ഒന്നിവിടെ. എന്ത് ഒന്നിവിടെ. ഓക്കെ, എല്ലാമേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ആ സ്റ്റേജ് നമ്പർ 28 നമ്മൾ കടന്നിരിക്കുന്നത്. അതിനായി തൽക്കാലം എൻജിൻ ക്യാബിൻ ഫ്രണ്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. എന്നിട്ട് നമുക്കിതിൽ ആവശ്യമായത് 2 നീളം. ഇങ്ങോട്ട് വന്ന് നിങ്ങളിപ്പം വേണ്ടെന്ന് വിളിക്കാമെന്ന് 2 നീളം, ഇത് കൂട്ടി 2, ഒന്ന് 2 മരുന്നില്ലേ ഇത്, ഇത് കൂട്ടി 2, അല്ലാതെ വേറൊന്നുമില്ലല്ലോ. 3 കൊടുത്തിട്ട്. പിന്നെ നമുക്ക് ആവശ്യം ലോക്ക്. എന്തൊക്കെയോ കരുതണം. 1 2 3 4, പിന്നെ ഒരു റെഡ്. ഓക്കെ, ഇത് 2 എണ്ണം. കൈ കിട്ടിയതായിരുന്നു, അത് ഞാൻ തന്നെ മൂലയിൽ കൂടെ മാറ്റി വെച്ചു. 1 2, പിന്നെ ലോക്ക്. ഓക്കെ, ഇത് കിട്ടും 1. ഇനി ഇത് വെച്ച് എന്താണോ പരിപാടി, അതെടുത്തിട്ട് 2 നീല കുത്തി ഇറക്കി. 1 2. ഓക്കെ, 2 നീല കുത്തി ഇറക്കി. ഇനി അത് റെഡിൻ്റെ മുകളിലേക്ക് സ്ഥാപിക്കുക. ഓക്കെ, റെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്ഥാപിച്ചിരിക്കണോ. ഇനി അവനവിടെ വെച്ചിട്ട് ഇതെടുക്കുക. ഇതെടുത്ത് മാറിപ്പോയി. നോക്കി, ഇവരെയല്ല വേണ്ട, ഇവനെ 2 എണ്ണത്തിനെയാണ് വേണ്ടത്. ഇതൊക്കെ ഇതടേ, എവിടെ ഇരുന്നടേ. ഇതിൻ്റെ അകത്തേക്ക് ഒരു മഞ്ഞ ഇങ്ങനെ കുത്തിയിറക്കുക. എന്തേ തിരിച്ച് എവിടെയാണോ എവിടെ മഞ്ഞ ഇങ്ങനെ കുത്തിയിറക്കി. എന്നിട്ട് ഒരു കുരിശ് ഇറക്കി. ഇനി ഈ സാധനം നമുക്ക് ഇതിവിടെ ഒന്നുമില്ല മാമ. ഓക്കെ, അത് നമ്മൾ സെറ്റാക്കി. തിരിഞ്ഞു വരണം, ഇത് മോളി വരണം. അനുഭവിക്കുള്ളൂ. പിന്നെ ചുവപ്പെടുത്തിട്ട് ചുവപ്പിനകത്തേക്ക് ഇത് കുത്തി വരണം വെച്ച്. ഈ ഒറിജിനൽ വണ്ടി പണിയെന്നമാരെ സമ്മതിക്കണം കേട്ടോ. അതടിച്ചിട്ടെ. ഇതുപോലെ തന്നെ നേരെ തിരിച്ച് ഇത് നമ്മളിങ്ങനെ എടുക്കുക. അടുത്തതാണ് എന്നിട്ട് അതിനകത്തേക്ക് ഒരു മഞ്ഞ കുത്തി ഇറക്കി. പിന്നെ തൊട്ടിപ്പറ കുരിശിറക്കി. കുരിശിറക്കി. ഇനി ആ കുരിശിൻ്റെ മുകളിലേക്ക് ഇവിടെ ഓരോ സാധനങ്ങൾ മാറ്റി വെച്ചത് എന്ത് ചെയ്യും? അതിൻ്റെ ഇടയ്ക്ക് അടപ്പ് വിളിച്ചിരിക്കുകയല്ലേ. കുരിശിലാണ് രക്ഷ അതൊക്കെ. ഓക്കെ, അതും സെറ്റാക്കി. എന്ത് അത് അവർ പറഞ്ഞ പോലെ തന്നെ കുരിശിലാണ് രക്ഷ തിരിഞ്ഞു പറഞ്ഞു. ഓക്കെ, വാ. ഓക്കെ, അത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 എണ്ണം ഇവിടെ വെച്ച് ലോക്കാക്കണം. തിരിഞ്ഞ് ഉരുപ്പതാണോടെ? അല്ല, ഇതും തിരിച്ച് ലോക്കാക്കണം. ഓക്കെ, ലോക്കാക്കി. ഇനി ഇത് തിരിഞ്ഞാണോ മറിഞ്ഞാണോ? 2 സൈഡ് ഒരുപോലെ ഇരിക്കുന്നല്ലേ.
അപ്പോൾ കുഴപ്പമില്ല. കയറ്റി വെച്ചു ഞാൻ കയറ്റി വെച്ചു. വീണ്ടും ഇത് കൂട്ടി 2 എണ്ണം. എന്നിട്ടത് ഇവരെ ലോക്കാക്കി വെക്കാൻ. ലോക്ക് സോറി തിരിഞ്ഞു പോയതാ. ഓക്കെ, രക്ഷപ്പെട്ട് ലോക്കാക്കി. എൻ്റെ ഉള്ള ജീവൻ പോകാൻ വേണ്ടി 2 എണ്ണം കയറ്റി വെച്ചാച്ച്. എൻ്റെ ഫ്രണ്ട് ഇപ്പം എങ്ങനെയാണ് കാണുന്നത്? ഇത് ഇറക്കിക്കടാ, ഇത് സംഭവിക്കുന്ന അറിയാലോ. ഒരു പോയല്ലോ, ഒന്നും പോയില്ലല്ലോ. തലകുത്തി വെച്ചേക്ക് പോയല്ലേ, ഞാൻ മറന്നു. ഇനി വേണ്ട 2 ചുവപ്പ് അടപ്പ്. 1 ഊരി പോകുന്നുണ്ടോ? 2 അവർ ഇതിൻ്റെ അകത്ത് കയറ്റി ലോക്കാക്കാനാണ് പറയണതേ. 1 കൊടുത്തു, 2 കൊടുത്തു. ഓക്കെ, അത് ലോക്കാക്കി വിട്ടു. ഇനി ഇത് വിട്ട് 2 എണ്ണം. എവിടെ ഇരിക്കണേ? ഇവിടെ ഇരിക്കണേ. ഇതെന്താ സാധനം? ഇത് വെറും കമ്പി പോലെ ഇരിക്കുന്ന സാധനം ആണോ? ഇതല്ല. മിസ്സിങ്. ഒന്ന് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, 2 എടുത്ത് വെച്ചു. ബ്രൗൺ കളറിൽ ഞാൻ അങ്ങനെ ഒരു വ്യക്തി 1 കണ്ടു. 2. ഓക്കെ, ലേശം പേടിച്ചേ നാളെ കാണാൻ വന്നപ്പോഴേ. ഇതിനകത്തേക്ക് തിരിച്ചാണോ മറിച്ചാണോ എങ്ങനെ പോയാലും ഒരുമിച്ച് തന്നെ. ഇതിപ്പോഴും വെക്കുന്നത് അല്ല, ഇതിപ്പോഴും വെക്കുന്നത്. ഇതങ്ങനെ പറയണ്ട കുഞ്ഞേ, ഇങ്ങനെ കാണിക്കണ്ടേ, നല്ല മനസ്സിലാവുന്നത്. എൻ്റെ സാധനമില്ലേ ഇതിൻ്റെ അകത്ത് കയറ്റി വെക്കാൻ. ഇങ്ങനെ ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കും ഇത് എവിടെ ഇരുന്നതാണ്, എവിടെ വെക്കുന്നത്, ചുമ്മാ ജനം പഠിപ്പിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇത് സാധനം ഇതുപോലെ. രണ്ട് കുത്ത്. അയ്യോ, ഓക്കെ, സെറ്റല്ലേ? എൻ്റെ കർത്താവേ, നമ്മളിതുവരെ ഒന്നും ആയില്ല. ജസ്റ്റ് ഫ്രണ്ട് സൈഡ് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ ബോണറ്റാണ്, എൻജിൻ ക്യാബിനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. എൻജിൻ ക്യാബിനായതുള്ളൂ നമ്മൾ. നമുക്ക് അടുത്ത ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ, ഈ 2 ഫുണ്ടാമെൻ്റൽ നീണ്ടിരിക്കുന്നു. കറങ്ങിക്കോളാം. അപ്പം നമുക്കതനുസരിച്ച് തിരിച്ചെടുക്കാം. ഒക്കെ കുഴപ്പമില്ല. ഇതൊന്ന് അല്ല 2 ഉണ്ടല്ലോ 2 ഇതിൻ്റെ 2 മുട്ട് 2 മുട്ടേ ഇതിനകത്തേക്ക് ഇതിൻ്റെ അകത്തേക്ക് എഴുതി ലോക്കാക്കാം. കയറുന്നില്ല. ഓക്കെ, ഒന്ന് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ലോക്കാക്കി വെക്കാം. യെസ്, നമ്മളങ്ങനെ അത് ലോക്കാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ അകത്ത് എവിടെ കൊണ്ട് കുത്തി കയറ്റണമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെയാണോ?
തിരിഞ്ഞ് വരണോ ഇങ്ങനെ വരണോ? ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല, ഇങ്ങനെ തന്നെ വരണം. ഇത് തൊടുമ്പോളേ പറഞ്ഞു പോകാൻ സാധ്യത ഉണ്ടോ ചോദിച്ചാൽ. ഓക്കെ, ഒന്ന് വെച്ച് അടുത്ത ഇപ്പുറത്തെ സൈഡിൽ ഒരു സൈഡ് നോക്കാക്കിയപ്പോൾ ഇപ്പുറത്തെ സൈഡ് ടൈറ്റായി. ഓക്കെ 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 ഓക്കെ, എൻ്റെ പൊന്നോ, സെറ്റാക്കി. അങ്ങനെ നമ്മൾ അതും സെറ്റാക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റാക്കാനുള്ളത് തക്കാലം മാറുന്നേ. ഒന്ന് ഇത് കിട്ടുന്ന ഇത് കിട്ടുന്ന ഇത് രണ്ട്. ഇത് എന്ത് ചെയ്യണം? എന്താ കുത്തിക്കയറ്റാൻ കാണിക്കുന്നുണ്ട്, എവിടെ കൊണ്ട് കുത്തിക്കയറ്റുന്നവ? ഓക്കെ ഓക്കെ ഓക്കെ, വെച്ചത് അതും സെറ്റാക്കി. സ്റ്റേജ് പിന്നെ കുറച്ചധികം എൻജിൻ ക്യാമ്പിൻ്റെ വഴിയിലും തോന്നും സകലം മുകളിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിനി വേണ്ടത് പൊല്ലനൊന്ന്, ഇത് രണ്ട്, ഇത് രണ്ട്, ഇത് രണ്ട്, ഇതും രണ്ട്. ഇതും വരെയാണ് നമുക്ക് വേണ്ടത്. അത് ഇതിനെ തന്നെ എടുത്തിട്ട് എത്തിരിക്കുന്നേ, ഇതിനെ തന്നെ എടുത്തിട്ട് ഒരു രണ്ട് പേര് ഇതിൻ്റെ അകത്ത് ലോക്ക് ചെയ്യണം. ഒന്ന് രണ്ട്, ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്തു. ഒന്ന് രണ്ട്, അതും ലോക്ക് ചെയ്തു. ഓക്കെ, ഇവരെ ഇതിൻ്റെ അകത്തോടെ ഒന്ന് രണ്ട്, ഓക്കെ, ഇവരെ ലോക്ക് ചെയ്യണം. രണ്ട് ചെയ്ത് ഒന്നാണ് തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ട്. പലം വേറെ ഉണ്ടോ? ഇല്ല. പിന്നെ അടുത്ത് എൻജിൻ ക്യാബ് എടുക്കുക. എൻ്റെ അടിയിലേക്ക് വരണം. എൻ്റെ അടിയിലേക്ക് വന്നാൽ ഇവനെവിടെ ഫിറ്റ് ചെയ്യുന്നത്? ഈ ബോളിലാണ് കൊടുക്കുന്നത്. അതൊരു പണിയാണല്ലോ ആശാനെ. അതവിടെ കൊടുത്തു തന്നില്ലേ? അത് നമുക്കൊരു പണിയാണ് ആശാനെ, ആശാനെ. ഒരു പണിയാണെന്ന് പറഞ്ഞാൽ പണിയാണ്. ഇവിടുത്തേവനെ അയ്യോ, ഇപ്പോൾ പണിയെല്ലാം തോന്നുന്നു. നോക്കട്ടെ. ഒന്ന് നീ അവിടെ കൊടുത്തിട്ട് ഇവിടെ കൊടുക്കണം. ഇതെന്ത് വരാത്ത ബുദ്ധിമുട്ട്? ഇത് മുകളിൽ കൂടെ കൊടുക്കണം, ഉണ്ടല്ലോ, തലക്കൂടെ കൊടുത്താൽ പോരെ. ഇത് പണിയാണ്, ഇത് നമുക്ക് പണിയാണ്. അതിൽ ഈ സാധനം വച്ച് ശരിയായില്ല.
ഓ ഇപ്പോഴല്ലേ മനസ്സിലായത്. അല്ലല്ലോ, ഇതിലായിരുന്നു കൊടുക്കണ്ടേ? കറക്റ്റാണല്ലോ വെച്ചത്. അപ്പോൾ എവിടെ പണി വന്നേ? എവിടെയോ ഒരു പണി ഞാൻ നടക്കുന്നു. ഇനി ദൂരെ എടുക്കണം. രണ്ട് ഇങ്ങനെ അടുത്ത് വെക്കേണ്ടത്. അതെന്താ പറ്റിയേ? ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇത് ചുമ്മാ വെച്ച് നോക്കിയാലോ. ഇത് കറക്റ്റായിരുന്നല്ലോ. വായ് ഇപ്പോൾ വരാം. ഞാൻ ലൈവില്ല, ഇപ്പോൾ വരാം. എപ്പോഴോ ഒരു പണി കിട്ടിയതുപോലെ. പിന്നെ എങ്ങനെ വെച്ചു? ഇങ്ങനെ വെച്ചു. ഒരു മിനിറ്റ്, ഇതിനകത്തല്ലേ തോന്നേ? യെസ് ഗൈസ്, പണി കിട്ടി ഗൈസ്. നമുക്ക് പണി കിട്ടി. എവിടെയാണെന്നൊരു പിടുത്തമില്ല. ഈ സാധനം സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കേണ്ടതാണ്, ബട്ട് ഇതിവിടെ ഇരിക്കുന്നില്ല. പറഞ്ഞാൽ അവർ പറഞ്ഞ പോലൊക്കെ തന്നെയാണ് നമ്മൾ വെച്ചത്. പക്ഷേ എവിടെയാണ് ഒരു മിസ്റ്റേക്ക് വന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഇപ്പോൾ ശരിയായില്ല. ഇപ്പം ശരിയായി, പക്ഷേ എന്നാലും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ. ഇത് ലൂസായി കിടക്കുന്നു. ലൂസായി കിടക്കേണ്ട സാധനമില്ല ഇത്. അങ്ങനെ ഫിക്സ് ശരിയായിരുന്നല്ലോ. പിന്നെ എന്താണ് പറ്റിയത്? ഇവിടെ ആയിരുന്നു നോക്കണ്ടേ? ഇവിടെ ആയിരുന്നു നോക്കണ്ടേ? ഇപ്പം എൻ്റെ അത് ഊരിപ്പോയതാന്ന് മനസ്സിലായി. വെക്കണ്ടേ? ഇവിടെ വെക്കേണ്ടത്. നമ്മുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്കാണ്.
മറ്റെന്ത് 2. ഓക്കെ, ദൂരെ പോയി പോയി വന്നേ വന്നിടം കീറിയതേ. അയ്യോ തിരിഞ്ഞായിരുന്നു, കീറിയില്ല അങ്ങോട്ട്. ഇനി നീങ്ങുക. ഒന്നിവിടെ പിന്നെ ഒന്ന് കറിയതേ ഇവിടെ. അത് സെറ്റാക്കിയിട്ടുണ്ട്. രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചത് പണിയായിരുന്നു. നെക്സ്റ്റ് പേജ്. വീണ്ടും ഇതുകൊണ്ട് പലന വീണ്ടും ഇതുകൊണ്ട് പലൻ്റെ അത് കാണുമല്ലോ. ഇല്ല, പലനാണ് ഇപ്പോൾ വച്ചത്. ഇനി വേണ്ടത് ഒന്ന് മാറുന്നേ, ഇതൊക്കെ ഇറങ്ങി ഓടിപ്പോകാം. ഒന്ന് ഇത് കിട്ടുന്ന, ഇത് കിട്ടുന്ന മഞ്ഞയൊന്ന്, ഇതൊന്ന് എടുപ്പൊന്ന്, നീല 2 കറുപ്പെടുത്തു. അതിൻ്റെ നടുക്കേക്ക് സാധനം കുത്തിക്കരി. ഓക്കെ, നീല വിട്ട് നീല ഒന്ന് മാറി നടന്നേ. വിട്ടുകയും നീല. ഓക്കെ, മഞ്ഞ വെച്ച് ബ്ലോക്ക് ചെയ്യണം. മഞ്ഞ വെച്ച് ബ്ലോക്ക് ചെയ്തു. വെച്ചിട്ട് ഓക്കെ, അത് കൊടുത്തു. ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കണം. അതിൻ്റെ അകത്തേക്ക് കൊടുത്തു. യെസ്, കയറ്റി വെച്ചേക്കന്മാർ കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മെയിനടുത്തേക്ക് ബ്ലോക്ക് ചെയ്യണം. പോരത്, അതിൻ്റെ മഞ്ഞ എടുത്ത് ഇവിടെ ബ്ലോക്ക് ചെയ്യണം. ഓക്കെ, ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെടുത്ത് അടിയിലാണ് എവിടെയത്? ഓ, ഇവിടെ അവിടെയും കൊടുത്തു. അത്ര സെറ്റാക്കി വെച്ചിട്ട് ഇതിൽ 1 2 രണ്ടാമത്തെ ഇവിടെ ഇത് തിരികെ കയറ്റുക. 1 ഇവിടെ 1 തിരികെ കയറ്റുക. 2 ഇനി നേരെ തിരിച്ചു കൊണ്ടുവരിക. വീണ്ടും ഒരു സാധനം അതോടെ വെക്കുന്നത് ഇതിലാണോ? കൊടുത്തു. ഓക്കെ, ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ് ഉണ്ട്. പമ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം പമ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് വെച്ച് ബോക്സ് ഉണ്ടാക്കാനാണ് അവർ പറയുന്നത്. ഇത് വെച്ച് ബോക്സ് ഉണ്ടാക്കണമെങ്കിൽ 5 എണ്ണത്തിൻ്റെയാണ്. 1 2 3 4 5. ഓക്കെ, 5. ഇതല്ലടാ അത്. അല്ല, ഇമാരി പറയുന്നത് ആന ഏതത്? എനിക്കിങ്ങോട്ട് ആന കിട്ടിയില്ലല്ലോ അതിനും. ചതുരം ഈ ടയറിൻ്റെ കൂടെ കിടക്കുന്നുണ്ടായിരുന്നു. കാണാൻ
ഇത് മാറ്റി വെക്കും. ഇതല്ല, അതൊക്കെ 5 ഇത് വേണം. പിന്നെ ഇതൊക്കെ ഇട്ട് 2 മഞ്ഞ 2 4 1 2 3 4 ഇനി ഇത് ചെയ്യേണ്ടത് എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഓരോന്നിട്ട് സെറ്റ് ചെയ്യുക. ഇങ്ങനെ വെച്ച് പണിയുന്നതായിരിക്കും നല്ലത്. എന്ത് കയറാതെ ഒരു മിനിറ്റ്, അത് കേത്തൊന്ന് ടൈറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ടൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ലൂടെ. ഇവിടെ കയറുമായിരുന്നു. ഇവിടെ ഓക്കെ ആണ്. അപ്പം ഇവിടെ ഓക്കെ അല്ലാത്തതിനാ. ഇവിടെ ഓക്കെ ആണല്ലോ. ഇത് ഈ അറ്റത്തിന് ഇല്ലേ? അതെ, ഓക്കെ. ഇത് ഓക്കെ. ഇതേപോലെ ഇപ്പോഴത്തെ സൈഡും കയറി തോന്നുന്നു. അത് സെറ്റ് ചെയ്ത് ഇനി മഞ്ഞക്കത്ത് ഇത് വെച്ച് ബ്ലോക്ക് ചെയ്യണം. 2 മഞ്ഞ ഉണ്ടായിരുന്നു. 2 മഞ്ഞ ഉണ്ടായിരുന്നു. ശരി, 2 മഞ്ഞ ഉണ്ടായിരുന്നു. ഞാനത് മറന്നു പോയതാ. ഓക്കെ, അതും ബ്ലോക്ക് ചെയ്തു. നിങ്ങൾ വിചാരിക്കുന്ന വെപ്രാളം കാണിക്കുന്നുണ്ട്, പക്ഷെ വെപ്രാളം കാണിക്കുന്നില്ല. ഈ സാധനം കയറാത്തതാണ്. ഓക്കെ, അതും കയറ്റി, അത് റെഡിയാക്കി. ഇനി ഇത് ഇടിച്ച് വെച്ച് നേരെ ഇതിൻ്റെ സെറ്റ് ചെയ്യണം. ഓക്കെ, പോനാണാവേ സെറ്റ് ചെയ്തത്. ഇനി എത്ര പേരും കൂടെ പോകണം അടുത്ത പാക്കറ്റ് പൊട്ടിക്കാൻ? അയ്യോ, വായില്ലേ, നീ കിടക്കണേ. ഏറ്റവും ഒന്നെടുത്ത് എഴുതാനെടുത്ത് ഇതിൻ്റെ അകത്ത് ഓക്കെ കുത്തി കയറ്റണം. അത് കുത്തി കയറ്റി നെക്സ്റ്റ് ടോക്കൺ നമ്പർ ഇതെടുത്തിട്ട് ഇത് ഒന്ന് ഇത് ഓക്കെ. ഇത് വെച്ച് ലോക്ക് ചെയ്യുക. ചെയ്തു. ഓക്കെ, ചെയ്തു. നെക്സ്റ്റ് ഇത് മഞ്ഞ എടുത്തിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറം ഊതി വരണം. രണ്ട് മഞ്ഞ അല്ല, ഒറ്റ മഞ്ഞ അതിൻ്റെ അപ്പുറം ഇപ്പുറം തൂത്ത് കയറ്റിട്ട് സെൻട്രാ അവിടെ കൊടുക്കുക. അവിടെ കൊടുത്തു. നെക്സ്റ്റ് ഒന്ന് കറുപ്പ് കയ്യാൽ എണ്ണ പൊടിച്ച കറുപ്പ് കൊടുത്തു. പിന്നെ നീല, ആ നീലയ്ക്ക് മഞ്ഞയ്ക്ക് 2 നീല. മഞ്ഞയ്ക്ക് 2 നീലയും കൊടുത്തു. എന്നിട്ട് ഇവരെ എവിടെ കൊടുക്കണ്ടേ? അതും കൊടുത്തിട്ട് നേരെ
ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഉള്ളത് നീളമുള്ള തോരണം ഇത് ഇതിൻ്റെ അകത്തൂടെ ഫ്രണ്ടിൽ ഈ ഹോളിൻ്റെ അകത്തൂടെ കയറ്റി ഇതിൻ്റെ അകത്തേക്ക്. ഓക്കെ ഓക്കെ, അത് സെറ്റാക്കി. സോപ്പ് പൊടി ഒന്ന്, നീല ഒന്ന്, ചുപ്പ് പൊടിയിൽ നീല ഇങ്ങനെ വെച്ച് എന്തോ നോക്കാം കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കയറ്റി പിടിക്കുക. ഓക്കെ, അതും സെറ്റാക്കി വിട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ഇതൊന്ന് 1 2 3 കറുപ്പ്, 1 1 1 1 പിന്നെ ലോക്ക്. ഓക്കെ, ഇത്രയും. എന്നിട്ട് ലോക്കിൻ്റെ അകത്തേക്ക് ഇതിനകത്തേക്ക് കറുപ്പനെ കെട്ടി വിടുക 2 സൈഡിലും. എന്ത് 2 കറുപ്പില്ലായിരുന്നു? ആ, അപ്പം 2 പേരെ കയറ്റി വിടുക. എന്നിട്ട് തൊട്ട് പിന്നാലെ തന്നെ ഇവനെ വെച്ചങ്ങ് ലോക്ക് ചെയ്യുക. മോളിൽ സാധനം ഇറക്കി അതിവിടെ വെക്കുന്നേ അതിനല്ലേ? അതെ, ഇങ്ങനെ വെക്കുക. ഇത് ഒരു കറുപ്പനെ വെച്ചു. ഒരു നീല ഇവിടെ വെച്ചു. പണിത സാധനത്തെ തിരിഞ്ഞാണോ അല്ലല്ലോ എങ്ങനെയാണല്ലോ തിരിഞ്ഞായിരുന്നു അല്ലല്ലോ. അതിന് കയറാതെ ഇങ്ങനെയായിരുന്നു. അതിങ്ങനെ ഇരിക്കില്ലല്ലോ. ആ ഓക്കെ, ഞാൻ സാധനം ഇരിക്കുന്നില്ലല്ലോ ഒന്ന്. പിന്നെ എല്ലാം എടുക്കുക. നീ അല്ലായിരുന്നു ഇവിടെ കേട്ടോ, നീ ആയിരുന്നു ഇവിടെ. ക്ഷമിക്ക്. ഓക്കെ, ഇപ്പോൾ വരാം. ഓക്കെ, I'm coming. ഓക്കെ, ഇത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്തിട്ട് തിരിഞ്ഞാണോ? ഓ, ഇപ്പോൾ ഞാൻ മുകളിൽ കയറ്റി വെച്ചേനെ. മുകളിലല്ലായിരുന്നു, ഇവിടെ ആയിരുന്നു. ഇവിടെ ഇതിലുണ്ടോ? ഓക്കെ, ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും കാണുമല്ലോ. ഒരു സൈഡ് തന്നെ ആയിരിക്കുമല്ലോ. ആ, ഇതുപോലെ അപ്പുറത്തെ സൈഡും ഉണ്ട്. ഇട്ടാണ് വീണ്ടും ഒന്ന് മറ്റേ സാധനം എന്ത് അതിങ്ങനെ ഒരു ലോക്ക്. ഇതിൻ്റെ അകത്തേക്ക് 2 കറുപ്പ്, ഇതിവിടെ ലോക്ക്.
ഇങ്ങനെയല്ലേ? ഇവിടെ ഇടുന്നുണ്ടേ. ഓക്കെ, അതിവിടെ കൊടുത്തു. ഒരിക്കൽ ഇത് പറഞ്ഞ പോലെ തന്നെ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളത് അഴിച്ചു വിടേണ്ടി വരും. ഇവിടെ കൊടുത്തു. പിന്നെ വേണ്ടത് ഇതിൽ കറുത്തമാർ രണ്ട് വരും, കറുത്ത സ്ക്രൂക്കൾ രണ്ട് വരും. 1 2, എന്നിട്ട് ചെയ്തപോലെ തന്നെ. ഓക്കെ, അവർ രണ്ടുപേരും കൊടുത്തച്ച് അതിനകത്ത് എക്സ്ട്രാ ഒരു സാധനം കേട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ തന്നിരുന്നില്ല, എക്സ്ട്രാ ഒരു സാധനം വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. എന്നിട്ട് ഇതിനെ നമ്മൾ എവിടെ കൊടുക്കണമെന്ന് ചോദിച്ചാൽ പണിയാണല്ലോ രാമൻകുട്ടി. ഓക്കെ, എന്തേ അതുകൊണ്ട് കൊടുത്തു. പിന്നെ മൂലയിൽ ഒരു നീല തിരിഞ്ഞ് പാടാ. ഒരു നീലൻ, പിന്നൊരു കറുപ്പ്. ഇനി ഇവരെയും നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പറയാം. തതാണ് നീന്തി ഇവിടെ ഇത് നമ്മൾ താഴെയല്ല പോകണ്ടേ? എന്നെ പറഞ്ഞത് ഞാൻ വെച്ചാൽ ടേപ്പ് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ ഏകദേശം തീരാറായിട്ടുണ്ട്. യെസ്, രണ്ടാമത്തെ പേപ്പർ നമ്മളിപ്പോൾ തന്നെ തീരും. അല്ല, പാക്കറ്റ് നമ്മളിപ്പോൾ തന്നെ തീരും. ഇനി ഇതിനകത്തുള്ളത് 1, പിന്നെ 2 കറുവന്മാർ എടുക്കുക. 2 കറുവന്മാർ. ഇനി പറയുന്നേ കുഞ്ഞെ, 2 കറുവന്മാരെ 1 ഇവിടെ തിരിഞ്ഞാണോ? അല്ല, 1 ഒരു തുളയിട്ടിട്ട് 2. എന്നിട്ട് ഇവർ രണ്ടുപേരും നേരെ കൊണ്ടുപോയി ഈ ലോഹക്കൂട്ടിലേക്ക് പിടിപ്പിക്കുക. ഒരു ഹോൾ ഇട്ടിട്ടാണോ? അതെ, ഒരു ഹോൾ ഇട്ടിട്ട് പിടിപ്പിച്ചു. ഇതിന് വേണ്ടത് എൽ ഷേപ്പ്, എൽഡോറാഡോ 2 മാറുന്നേ. 1 നീലൻ, 2 കറമ്പൻ, 2 വേണം. 2 സോറി, 1 നീലനും 1. ഇതുപോലെ തന്നെ പറയും. 1 നീലൻ, 2. യെസ്, രണ്ടാമത്തെ പായ്ക്കും ഇതോടെ തീർന്നിരിക്കുന്നു. ഇതോടെ ഈ ലൈവ് അവസാനിക്കും. ഇത് കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ എവിടെ തുള്ളയിട്ടെ എല്ല് തിരിഞ്ഞ് പറഞ്ഞെങ്കിൽ ഇത് പുറത്ത് പറഞ്ഞു. ഇത് ഇവിടെ അറ്റത്ത് വേണ്ടേ? ഇവിടെ പിടിപ്പിക്കണം. ഇവിടെ ഇരുന്ന് സോറി.
ഈ നൂറിടാം ഇവിടെ. ഊരിട്ട് പോരുന്നല്ലോ. ഓക്കെ, സെറ്റ്. അതേ സുഹൃത്തുക്കളെ, നമ്മൾ മൂന്നാമത്തെയും പിടിപ്പിച്ച് കഴിഞ്ഞ്. ഒരു മിനിറ്റ്, മൂന്നാമത്തെ പിടിപ്പിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്താണ് തെറ്റ്. ഇവിടെ ഉള്ളായിരുന്നു, താഴെയായിരുന്നു. ഇവിടെ വേണ്ടിയിരുന്നു, ഇവിടെ 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 ഇവിടെ. ഇപ്പോൾ ശരിയാവും. 1. യെസ്, അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് രണ്ടാമത്തെ പാക്കറ്റ് പൊട്ടി കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ പാക്കറ്റ് പൊട്ടിക്കാനുള്ള അത് നമുക്ക് നാളെ പൊട്ടിക്കാം. ഇപ്പോൾ തൽക്കാലം ഈ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. ബാക്കി നമുക്ക് നാളെ കാണാം. ബൈ ഗൈസ്. എൻ്റെ പൊന്നോ.